ശബ്ദം. ഞാൻ ചാടി മുറ്റത്തിറങ്ങി. അപ്പോൾ അവിടെ ഒരാട്ടിൻ തള്ളയിൽ നിൽക്കുന്നു. ഞാൻ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇത് ആരുടെ ആടുകളാണ്? ഇത് നമ്മുടെ ആടുകളാണ്, അമ്മ പറഞ്ഞു. ഞാൻ വേഗം ആടുകളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ ആട്ടിൻ കുഞ്ഞിനെ വാരിയെടുത്തു. അതിന്റെ നെറ്റിയായി ഒരു ചിമ്പലൻ കൊടുത്തു. അതിന് ഒരു പേരിട്ടു, മിന്നു. ആട്ടിൻ തള്ളയ്ക്ക് പേരിടുമ്പോഴേക്കും എന്റെ ചേച്ചി ഇറങ്ങി വന്നു. ചേച്ചി ആടുകളെ കണ്ട് അത്ഭുതപ്പെട്ടു. വേഗം ചേച്ചി എന്റെ കയ്യിലിരുന്ന ആട്ടിൻ കുഞ്ഞിനെ എടുത്ത് തലയിലൊന്ന് തടഞ്ഞു. അപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ആട്ടിൻ കുഞ്ഞിനെ മിന്നുവെന്ന് പേരിട്ടു. ഇനി ചേച്ചി ആട്ടിൻ തള്ളയ്ക്ക് പേരിടണം. ചേച്ചി അപ്പോഴേക്കും ആട്ടിൻ തള്ളയ്ക്ക് ഒരു പേര് പറഞ്ഞു, ചിന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഞാൻ സ്കൂളിൽ വിട്ടു വരുമ്പോൾ ഞങ്ങൾ ആട്ടിൻ കുഞ്ഞിന്റെ കൂടെ കളിക്കും. എന്നാൽ ഒരു ദിവസം ആട്ടിൻ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ആടുകളെവിടെ? അമ്മ പറഞ്ഞു, ആടുകളെ വിറ്റു. എനിക്കും ചേച്ചിക്കും വളരെ സങ്കടമായി. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു നല്ല പൂച്ചയെ വാങ്ങി അതിന് മിന്നു എന്ന് പേരിട്ടു. നന്ദി. അവതരണം കേട്ടല്ലോ. എന്റെ കൂടെയുള്ള സഹകരണമാണ് കഥകൾ എഴുതാൻ ഫസാനയ്ക്കുള്ള പ്രചോദനം. അഭിനന്ദനങ്ങൾ ഫസാന. ഒരു കഥ കൂടി കേട്ടാലോ? 3ാം ക്ലാസ്സിലെ ഇർഫാൻ റഷീദ് ഒരു കഥ അവതരിപ്പിക്കുന്നു. സ്വന്തം കഥയല്ല കേട്ടോ, പക്ഷേ ഇർഫാന്റെ അവതരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേട്ടാലോ? ചിത്രീകരണം സജീന്ദ്രൻ പാറെടുക്ക. വീട് വലുതാകുന്നു. അമ്മുകുട്ടി ഒരു